الحمدلله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العلي العظيم ബഹുമാനികളായ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്യമം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു തആല കബൂലാക്കട്ടെ. ജീവിതകാലത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. സ്വാലിഹീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തോടെ ഞങ്ങൾക്കൊക്കെ നീ ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ കുടുംബാദികൾക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നാളെ അവരോടുകൂടെ പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔപചാരികളും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ഒരു വേദിയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിലുള്ള പ്രസംഗത്തിന്റെ രൂപവും ഭാവവും ഒന്നും അതെല്ലാം തൽക്കാലം മാറ്റിവെച്ച് ഞാനൊരു നസീഹത്തിനും ഉപദേശത്തിനും ഒന്നും അർഹനല്ല. ഈ മദ്രസാ കെട്ടിടത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ കുഴി കുഴിച്ചതിലേക്ക് ആ കല്ലോ കാര്യങ്ങളോ അതോ കുറ്റിയടിക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു നല്ല സംവിധാനത്തിൽ നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ചെയ്തതായ സംഗതിയെ അല്ലാഹുവിന്റെ ഖബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നത് അത് നമ്മളെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പുനരുദ്ധാരണം നടത്തിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടെ രണ്ടുപേരും ആ കഅബ ശരീഫിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇത് അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമെന്നാണ്. ഇത് ഇബ്രാഹിമുൽ ഖവാഇദ് മിനൽ മൈത് റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ ഞങ്ങൾ ഈ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടെ പ്രാർത്ഥിച്ചതാണ്. അപ്പൊ ചെയ്തതായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യുന്നു. അതുപോലെ സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്താലും അത് അല്ലാഹുവിന്റെ ഖബൂലിയത്തിന് വേണ്ടി സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു എന്നതുപോലെ നമ്മുടെ മക്കൾ വളർന്നു വലുതാക്കേണ്ടതായിരിക്കുന്ന മദ്രസാ കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. പണി പൂർത്തീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സാന്ദർഭികമായ ഒരു കാര്യം, പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധരായ പ്രവാചകരുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പരിശുദ്ധമായ മാസമാണ് പിന്നിട്ടത്. മറ്റൊന്ന് പരിശുദ്ധമായിരിക്കുന്ന ദീനെ ഹയാത്താക്കുന്നതിന് വേണ്ടി നമ്മളിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മറ്റൊരു മാസത്തിന്റെ 2 മാസത്തിന്റെയും ഒരറ്റത്ത് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആ ഹൃദയത്തിന്റെ മാറ്റം അത് പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രവാചകനെ ഞാൻ അറിഞ്ഞ് എത്തിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് പരിശുദ്ധമായിരിക്കുന്ന ദീൻ എത്തിക്കാൻ, ഖുർആനിനെ പഠിപ്പിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിന് തസ്കിയത്ത് ചെയ്യാൻ, ഹൃദയത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധരായിരിക്കുന്ന പ്രവാചകൻ നമ്മളിലേക്ക് കടന്നു വന്നത്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരാൾ ചോദിച്ചു, നബിയെ എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, ഈ ചോദിക്കുന്ന ദിവസത്തിന് വേണ്ടി, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞത്, നബിയെ അമലുകൾ കുറവാണ്, സൽക്കർമ്മങ്ങൾ കുറവാണ് നബിയെ. പക്ഷേ ഒരു സംഗതിയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിരിക്കൽ വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിരിക്കൽ വലിയ സന്തോഷമാണ്. ഇവിടെ നിന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ നിന്നും വീട്ടിലേക്ക് പോയാൽ
വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചിന്തയാണ് മനസ്സിൽ വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്ടം എന്റെ കൽബിലുണ്ട് നബിയേ. അതുകൊണ്ട് എനിക്ക് മറ്റൊരാശങ്കയുമുണ്ട്. നാളെ മഹ്ശറിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ, ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നബിയേ, അങ്ങ് മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കളുടെ സദസ്സിലേക്ക് അങ്ങോട്ട് മാറുമ്പോ, 1,24,000 പരം വരുന്ന അമ്പിയാക്കളുടെ സദസ്സിലേക്ക് അങ്ങ് മാറുമ്പോ, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടാൻ സാധ്യമാവുകയില്ലല്ലോ, അങ്ങയെ കാണാൻ സാധ്യമാവുകയില്ലല്ലോ എന്നൊക്കെ ആവലാതിപ്പെട്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ത മഅമൻ അഹ്ബബ്ത, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചതെങ്കിൽ നാളെ അവനോട് കൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തുള്ളതായിരിക്കുന്ന ഒരു സ്നേഹം കൊണ്ട് മാത്രമായിട്ടില്ല. മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, ജീവിതം മുതൽ മരണം വരെ, മരണാനന്തരം എല്ലാ മേഖലകളിലും പരിശുദ്ധരായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം നമ്മുടെ കൂടെയുണ്ട്. മാത്രമല്ല അനുകരിക്കേണ്ടതായിരിക്കുന്ന മാതൃക നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാതെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊരാൾക്കും തന്നെ രക്ഷപ്പെടാനും സാധ്യമല്ല. അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ പരിശുദ്ധമായിരിക്കുന്ന ശഫാഅത്ത് എനിക്ക് കിട്ടണം നാളെ മഹ്ശറിൽ, ഞാനത് നൽകാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അനസ് തങ്ങളോട് പറഞ്ഞപ്പോ, ഇതെന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞനസാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അനസ് തങ്ങളുടെ ഉമ്മ എല്ലാവരും വലിയതായിരിക്കുന്ന സംഭാവനകളൊക്കെ ദീനിനു വേണ്ടി കൊടുക്കുമ്പോ, റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് കെട്ടിപ്പടുക്കുന്ന സമയത്ത് എല്ലാവരും വലിയ സംഭാവനകളോട് കൊടുക്കുമ്പോ, പാവിയായ പ്രിയപ്പെട്ടതായ അനസിന്റെ ഉമ്മ വന്നിട്ട് എന്റെ അടുക്കൽ സമ്പത്തൊന്നുമില്ല നബിയേ, എന്റെ അടുക്കൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് ഈ കുഞ്ഞുമകനെ പരിശുദ്ധമായിരിക്കുന്ന അങ്ങയുടെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചേൽപ്പിച്ചതായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച് അവസാനം ചോദിച്ചു, അനസേ, നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ സമയത്ത് അനസ് തങ്ങൾ പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ ശഫാഅത്ത് വേണം നബിയേ. നാളെ മഹ്ശറിൽ പാലമൊന്ന് കടന്നു കിട്ടാൻ, നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ടതായിരിക്കുന്ന പാലമൊന്ന് അങ്ങോട്ട് കടന്നു കിട്ടാൻ എനിക്ക് അങ്ങയുടെ ശഫാഅത്ത് വേണമെന്ന് പറഞ്ഞപ്പോ, ഞാനത് അങ്ങേക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് തങ്ങൾ ചോദിച്ചു, നബിയേ, വിശാലമായ മഹ്ശറിൽ അങ്ങയെ ഞാൻ എവിടെയാണ് തിരയേണ്ടതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ സിറാത്തുൽ മുസ്തഖീമിന്റെ പാലത്തിന്റെ ഭാഗത്തുണ്ടാകും, സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാകും, ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാകും, നന്മതിന്മകൾ എഴുതപ്പെടുന്നതായിരിക്കുന്ന, അതിനെ തൂക്കപ്പെടുന്നതായിരിക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ അനസ് തങ്ങൾക്ക് കൊടുത്തതായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഒന്നുകിൽ സിറാത്ത് പാലത്തിന്റെ ഭാഗത്ത് ഞാനുണ്ട്, അല്ലെങ്കിൽ ഹൗലുൽ കൗസറിന്റെ ഭാഗത്ത് ഞാനുണ്ട്, അല്ലെങ്കിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ ഭാഗത്ത് ഞാനുണ്ട്. ഈ 3 ഭാഗത്ത് ഞാൻ മാറി 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 എന്റെ സമുദായത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞാൻ മഹ്ശറിലുണ്ടാകും. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ ലോകത്തിന്റെ ഒരേ ഒരു നേതാവ് അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് എന്ന് പറയുന്നതായിരിക്കുന്ന പദത്തിൽ 4 അക്ഷരമാണ്. അല്ലാഹു എന്ന് പറഞ്ഞതായിരിക്കുന്ന അറബി പദത്തിൽ 4 അക്ഷരമാണ്. മുഹമ്മദ് എന്ന് പറയുന്ന അക്ഷരത്തിൽ, ആ 4 അക്ഷരത്തിൽ ഒരു സദ്ദാണുള്ളതെങ്കിൽ അല്ലാഹു എന്ന് പറയുന്നതായിരിക്കുന്ന പദത്തിലും ഒരു സദ്ദേ ഉള്ളൂ. മഹ്മൂദ് എന്ന് പറയുന്ന റബ്ബ്, മഹ്മൂദായ റബ്ബ്, അർശിന്റെ കാവൽക്കാരനായ, അർശിന്റെ ഉടമസ്ഥനായ മഹ്മൂദായിരിക്കുന്ന റബ്ബ്, മഹ്മൂദ് എന്ന് പറയുന്ന സ്തുതിക്കപ്പെട്ടതായിരിക്കുന്ന തന്റെ നാമം മുഹമ്മദ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രവാചകന് കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരമാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് അതും 12 അക്ഷരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ 12 അക്ഷരമാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിലും 12 അക്ഷരമാണ്. അല്ലാഹുവിനെ എവിടെ പറഞ്ഞോ അവിടെ മുഴുവനും പ്രവാചകനെ പറഞ്ഞിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തെങ്കിൽ അത് ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് സുജൂദ് ചെയ്തത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് ചെയ്ത ഇബാദത്ത് എന്താ? അത് സ്വലാത്ത് ചൊല്ലലാണ്. അത്
അല്ലാഹു തആല ചെയ്തു. അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്തിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന് സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാ മലായികത്തിനോടും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളോടും ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ സാധാരണ കേൾക്കുമ്പോ നമുക്കിതൊക്കെ പഴഞ്ചനായി തോന്നുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വമ്പുകൊണ്ട്, നമ്മുടെ ഹുങ്കുകൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട് നേടിത്തന്നതല്ല ഒന്നും. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് പരിശുദ്ധരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ വരച്ചു കാണിച്ച ആ മാതൃകയിലൂടെ മുന്നോട്ട് പോകല്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരുവിധ രക്ഷയുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണേ. ഉഹദ് യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നതായിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ് യുദ്ധത്തിന് പോയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ആങ്ങളെയും യുദ്ധത്തിന് പോയിട്ടുണ്ട്. 3 പേരും ഉഹദ് യുദ്ധത്തിന് പോയതായിരിക്കുന്ന ആ ഉഹദ് യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നതായിരിക്കുന്ന സഹാബി സംഘത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും ആങ്ങളെയും വാപ്പയെയും തിരിഞ്ഞു നോക്കുമ്പോ അവരെ കാണാതെ വന്നപ്പോൾ അവര് 3 പേരും ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഷഹീദായി പോയ വിവരം ആ സഹോദരിയോടൊന്ന് പറയാൻ. നിന്റെ ഭർത്താവ് നിന്നെ വിട്ടു പോയി മോളെ, നീ വിധവയായി മോളെ, നിന്റെ പിതാവ് നിന്നെ വിട്ടു പോയി മോളെ. പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാട, സ്വർഗത്തിന്റെ മണം എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് എടുത്തു ചാടിയതായിരിക്കുന്ന മഹാരഥന്മാരായ സാധുക്കള്, ഞാൻ നാളെ പരിശുദ്ധമായ സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോ എന്റെ കൂടെ ഒരു പറ്റം സാധുക്കൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഅ്മിനേ ആ സാധുക്കള്? അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണെങ്കിൽ, ഉമർ അൽ ഫാറൂഖ് തങ്ങളാണെങ്കിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണെങ്കിൽ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണെങ്കിൽ, സമയദൈർഘ്യം ഞാൻ ഭയപ്പെടുകയാണ്. മഹാന്മാരായ ആ സാധുക്കൾ അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിതിനി മിസ്കീന വശുർനി വദം ഫീ സുംറത്തിൽ മസാകീൻ. സാധുവായി ജീവിപ്പിക്കണേ, സാധുവായി മരിപ്പിക്കണേ, സാധുക്കളോട് കൂടെ നാളെ മഹ്ശറിൽ എന്നെ ഒരുമിപ്പിക്കണമെന്ന് പഠിപ്പിച്ച അല്ലാഹുവിനോട് ദുആ ചെയ്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ദീനിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ, ആങ്ങളയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ ആ സഹോദരിയോട് വിവരമൊന്ന് ധരിപ്പിച്ചപ്പോ ആ സഹോദരി തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, എന്റെ ഭർത്താവ് പോട്ടെ, പിതാവ് പോട്ടെ, എന്റെ ആങ്ങള പോട്ടെ, എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്, എന്റെ പ്രിയപ്പെട്ട പിതാവിന്, എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ മറ്റെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചതായ സഹോദരിമാരെ, അവരാണ് നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ നേതാക്കളെങ്കിൽ അവര് പഠിപ്പിച്ചതായിരിക്കുന്ന ദീനുണ്ട്. ഇവിടെ മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു, ചരിത്രകാരന്മാർ നമ്മളെ പഠിപ്പിച്ചത് മുള്ളൻ പന്നിയുടെ രൂപത്തിലായിരുന്നു മഹാനായ അബൂ ദുജാന തങ്ങള് ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മുള്ളൻ പന്നിയുടെ രൂപത്തിലായിരുന്നു. എന്തേ? ശത്രുവിന്റെ അമ്പുകൾ ഏറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി അവരൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹാനായ പ്രവാചകന് അവരൊക്കെ അംഗരക്ഷകരായി 4 പുറം നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് വന്നതായ മുഴുവൻ അമ്പുകളും ഇവരെല്ലാവരും കൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം ഇങ്ങനെ കാണുമ്പോ അതൊരു മുള്ളൻ പന്നിയുടെ രൂപത്തിലായിരുന്നുവെങ്കിൽ സമയത്തിന് നിസ്കരിക്കാൻ പോലും സാധ്യമല്ലാത്തവർ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ഒരു തസ്ബീഹ് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു മാല കെട്ടിയിട്ട് നമ്മളും പരിശുദ്ധരായ മുഹമ്മദിയരാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസൽമാൻ മഞ്ഞപ്പടയുടെ അനുയായികളായി മാറുന്നുവെങ്കിൽ, സിനിമാ നടന്മാരുടെ അനുയായികളായി മാറുന്നുവെങ്കിൽ, ശൈത്താനുൽ ഇബ്ലീസിന്റെ പ്രേരകരായി മാറുന്നുവെങ്കിൽ, എന്റെ മുസ്ലിമേ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സമരവാക്യം ഭൂമി ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ മഹാരഥന്മാര് കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിലെത്തിച്ചത് ഇന്ന് നമ്മുടെ കയ്യിലാണെങ്കിൽ, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നാളെ സമാധാനത്തിലേക്ക്, സൽസരണയിലേക്ക് പരിശുദ്ധമായ ദീനെത്തിക്കാൻ ആളാവശ്യമുണ്ട്. ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന മൗഢ്യമായ ഒരു സത്യത്തിലേക്ക് ആരെങ്കിലും പോകുന്നുവെങ്കിൽ
തിരിച്ചല്ലാന്റെ ദീനിലേക്ക് മടങ്ങുക. സ്വന്തം ശരീരത്തെ ഒന്ന് താഴ്മപ്പെടുത്താൻ മനസ്സിനെ കാണിക്കുക. എന്തേ കാരണമെന്ന് പറയുമ്പോ വാഹനം ഓടിച്ചു പോകുമ്പോ, ജനങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോ, മഹല്ല് സംവിധാനത്തിൽ ഇടപെടുമ്പോ, മദ്രസ സംവിധാനത്തിൽ ഇടപെടുമ്പോ, വിവാഹ വേദികളിൽ ഇടപെടുമ്പോ അവിടെയൊക്കെ കാണിച്ചു കൂട്ടുന്നതായിരിക്കുന്ന സംസാരത്തിന്റെ ശൈലികളും പേക്കൂത്തുകളും അക്രമങ്ങളും വാക്ക് തർക്കങ്ങളും ഒക്കെ കാണുമ്പോ നമുക്ക് തോന്നിപ്പോകുന്നു ഇതൊക്കെ ഇവന്റെ സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് വഇബാദുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അടിമകൾ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചതായിരിക്കുന്ന അടിമകൾ, അവർ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു പാവപ്പെട്ടതായിരിക്കുന്ന നാടൻ കോഴിയോടാണ്. അതിനെ നമ്മളെ ഉപമിച്ച് പഠിപ്പിച്ചു തന്നത്. കോഴിയെ ആട്ടിപ്പിടിക്കുമ്പോ അത് ആദ്യം ഇങ്ങനെ വളരെ സ്പീഡിൽ ഓടിപ്പോകുന്നു. ഓടിയോടി അത് തളരുമ്പോ പിടിക്കാൻ വന്നതായിരിക്കുന്ന ആള് പിന്മാറിയിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ആ കോഴി അതാ പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ നടന്ന് അതിനും കഴിയാതെ വരുമ്പോ അവസാനം ആ കോഴിയുടെ രണ്ട് ചിറകിലെ ഒരു ചിറക് ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് അത് എല്ലാം അവസാനിച്ചുകൊണ്ട് അടങ്ങി നിൽക്കുന്നത് പോലെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന പ്രവാചകരിലേക്ക് മടങ്ങുക. പരിശുദ്ധരായ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട പരിശുദ്ധമായ ദീന് പഠിക്കുന്ന, ഇൽമ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രായത്തിൽ മഹാനായിരിക്കുന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ജീനാൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കുന്ന സമയത്ത് ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വാഹന സൗകര്യമില്ലാതെ കിലോമീറ്ററുകൾ വനമായിരിക്കുന്ന ഘോരമായ വനത്തിലൂടെ കച്ചവട സംഘത്തിലൂടെ നടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരൽപ്പം പൊന്ന് തന്റെ ശരീരത്തിൽ തുന്നിച്ചേർക്കുകയാണ്. കയ്യിൽ വെച്ചാൽ, അരയിൽ വെച്ചാൽ, പേഴ്സിൽ വെച്ചാൽ, ബാഗിൽ വെച്ചാൽ അത് കച്ചവട സംഘത്തെ ആക്രമിക്കുന്നതായിരിക്കുന്ന കൊള്ളക്കാരുണ്ട്. അവര് പിടിച്ചു പറിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ ധരിച്ചതായിരിക്കുന്ന കുപ്പായത്തിൽ പിന്നിപ്പിടിപ്പിച്ചുകൊണ്ട് ആ കച്ചവട സംഘത്തിന്റെ കൂടെ പരിശുദ്ധരായ ജീലാനി തങ്ങള് പരിശുദ്ധമായ ഇൽമ പഠിക്കാൻ വേണ്ടി പോയതായ സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് കൊള്ളക്കാര് തടുത്തു നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് യാതൊരുവിധ സങ്കോചവും കൂടാതെ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയായ ജീലാനി തങ്ങൾ എന്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയോട് അത്ഭുതത്തോടുകൂടെ കൊള്ളസംഘങ്ങൾ അതാ ആ കൊള്ളത്തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുന്നു, ഈ ബാലന്റെ അടുക്കൽ സ്വർണമുണ്ടെന്ന് പറയുന്നു, ഞങ്ങൾക്കത് വിശ്വാസമില്ല. കൊള്ളത്തലവൻ ചോദിച്ചു, എടോ നീ ഞങ്ങളെ കളിയാക്കുകയാണോ? അല്ല, എന്റെ കയ്യിൽ സ്വർണമുണ്ട്. എങ്കിൽ എവിടെ എന്ന് ചോദിച്ചപ്പോ കയ്യിൽ തുന്നിച്ചേർപ്പിച്ച ഇട്ടതായിരിക്കുന്ന കുപ്പായത്തിൽ തുന്നിച്ചേർത്തതായിരിക്കുന്ന സ്വർണം അത് കൊള്ളത്തലവന്റെ കയ്യിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ കൊള്ളത്തലവൻ ചോദിച്ചു, ഞങ്ങളിത് പിടിച്ചു പറിക്കുമെന്നും വാങ്ങുമെന്നുമുള്ള ഉറപ്പ് നിനക്കുണ്ടായിട്ട് പിന്നെ എന്തേ നിന്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് പറയാൻ കാരണമെന്ന് ആ കൊള്ളത്തലവൻ ചോദിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്കനുസരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, അത് സ്വർഗത്തേക്കാൾ വലുതാണ് മോനെ. എന്റെ പ്രിയപ്പെട്ട മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചുമോനെ, എന്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ, പെൺമക്കളെ, പ്രിയപ്പെട്ട ഉമ്മ, അത് സ്വർഗത്തേക്കാൾ പ്രധാനമാണ്. അതൊരു അമൃതമാണ്. അതുകൊണ്ട് ഉമ്മയെ തള്ളി പറയുന്നവരുണ്ടെങ്കിൽ, ഉമ്മയെ ചീത്ത വിളിക്കുന്നവരുണ്ടെങ്കിൽ ഉമ്മയുടെ പേര് പോലും വിളിക്കാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞാൻ അങ്ങോട്ടും കടക്കുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോ ഈ പൊന്നന്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞിട്ട്, മോനെ കളവ് പറയരുത് എന്ന് എന്നോടൊരു ഉപദേശമുണ്ട്. കളവ് പറയല്ല എന്നും ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ എന്ന് പരിശുദ്ധരായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞപ്പോ ആ കൊള്ള സംഘത്തിന്റെ തലവൻ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ അനുയായികളെയും കൂട്ടിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ട് സന്മാർഗത്തിന്റെ വഴിയിലൂടെ നടന്നു പോയെങ്കിൽ അവരാണ് മുഹിയുദ്ദീൻ. പരിശുദ്ധമായ
പരിശുദ്ധമായിരിക്കുന്ന ഈ ദീനിനെ വീണ് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ദീനിനെ ഹയാത്താക്കിയതായിരിക്കുന്ന മഹാരഥന്മാർ അവരൊക്കെ നാളെ ശുപാർശ പറയുന്ന ഒരു സംഘവും ഒരു രംഗവും വരാനുണ്ട്. അതുകൊണ്ട് നിർത്തട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, മദ്രസ വളരണം, അള്ളാന്റെ പരിശുദ്ധമായിരിക്കുന്ന ദീന് വളരണം. ഇവിടെ നിന്നാണ്, ഇതാണ് അതിന്റെ ബാലപാഠം പഠിപ്പിക്കുന്ന പാഠശാല. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. 30 ലക്ഷത്തിലധികം വരുന്ന ഇവിടെ മഹാന്മാരായ മുഫത്തിശ്മാരിയ്ക്കുന്നുണ്ട്, മഹാരഥന്മാരായിരിക്കുന്ന നേതാക്കൾ. ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ കൊല്ലക്കോയ തങ്ങള് അവർ നാട്ടിവെച്ചതായിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ലക്ഷക്കണക്കായ ആയിരക്കണക്കായിരിക്കുന്ന ഫാത്തിഹ സൂറത്ത് കൊണ്ട് രാവിലെ തുടങ്ങുമ്പോ 30 ലക്ഷത്തിലധികം വരുന്നതായിരിക്കുന്ന സ്വലാത്ത് കൊണ്ട് പരിശുദ്ധമായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പച്ച കുബ്ബക്ക് താഴെ കടക്കുന്ന പ്രവാചകന്റെ മേലിലേക്ക് 30 ലക്ഷത്തിലധികം സ്വലാത്തുകളെ എല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്ന ഒരു സംവിധാനമാണ് മദ്രസ എങ്കിൽ ഇന്ന സ്വബിയ അമാനത്തും മിനല്ലാഹി സുബ്ഹാനഹു വ തആല ഇന്ദ വാലിദൈ. ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ പഠിപ്പിച്ചത് മാതാപിതാക്കളുടെ കയ്യിൽ അല്ലാഹു തആല കൊടുത്ത സൂക്ഷിപ്പ് സ്വത്താണ് കൂട്ടരെ മക്കള്. ആ സൂക്ഷിപ്പ് സ്വത്ത് അല്ലാഹു തആല തിരിച്ചു ചോദിക്കുമ്പോ അതിനെ കേടുകൂടാതെ തിരിച്ചു കൊടുക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് മദ്രസ വളരണം. അല്ലാഹു തആല വളർത്തുമാറാവട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരു 12 വയസ്സ് 11 വയസ്സുള്ള സമയത്ത് മുളയങ്കാവിലെ മദ്രസയുടെ പുനരുദ്ധാരണം നടന്നിരുന്നു. അന്ന് ഞങ്ങളുടെ ഉസ്താദ്, ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് നാട്ടുകാരനാണ്, ബഹുമാനപ്പെട്ട മർഹൂം കെ സൈദാലി മുസ്ലിയാർ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ആ മദ്രസയുടെ പണിക്ക് വേണ്ടി ഇതുപോലുള്ള സദസ്സിൽ ഒരു സഹായം ചോദിച്ചപ്പോ, ആ നാട്ടുകാരെല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടിയിട്ട് സഹായം ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ഹയാത്തിൽ അല്ലാഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, വളരെ സാധുവായി ജീവിച്ച, എന്നൊക്കെ ഈ വഴിയിൽ കൈപിടിച്ച് നടത്തിയ, നാട്ടിലുള്ള മാങ്ങ പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉപജീവനമാർഗം നടത്തിയ ഒരാളുടെ ഒരു ഹറാമായ മുതലും ഒറ്റപ്പാലത്തെ ഒരു പല്ല് ഡോക്ടറെ അടുത്തേക്ക് എന്റെ പ്രിയപ്പെട്ട ചെറിയ പെങ്ങളുടെ പല്ല് കെട്ടാൻ വേണ്ടി വന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം എന്റെ വാപ്പാന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് ഒറ്റപ്പാലത്ത് ആ പല്ല് ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ എന്റെ വാപ്പാനെ കൂട്ടിയിട്ട് വന്നു. ആ പല്ല് ഡോക്ടറോട് പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എന്റെ ഒരു മകളുടെ പല്ല് കെട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു 150 ഉറുപ്പിക നിങ്ങൾക്ക് ഞാൻ തരാനുണ്ട് എന്ന് പറഞ്ഞ് അതെന്നെ കൊണ്ട് കൊടുപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവ്. ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെപ്പോലെ ആളുകളെ ഞങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ എന്റെ പിതാവിന്റെ മദ്ഹ് പറയുകയില്ല, മൗലിദ് ഓതുകയില്ല. ആ പ്രിയപ്പെട്ട പിതാവ് അഷ്ടിക്ക് വകയില്ലാതെ, എന്റെ പ്രിയപ്പെട്ട പിതാവ് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ എന്റെ ഉമ്മ കൊടുത്ത ചോറ്, ആ ചോറിന്റെ പകുതിക്ക് വേണ്ടി, അതിന്റെ ബാക്കിക്ക് വേണ്ടി ഞാനൊക്കെ കട്ടിലിന്റെ ഇടയിൽ കിടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വാപ്പ വന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ബാക്കി കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടെ ജീവിച്ചതായിരിക്കുന്ന ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട മുസൽമാൻ. ഒരു 10-25-30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തായിരുന്നു നമ്മുടെ വീടുകളും നമ്മുടെ ഭക്ഷണങ്ങളും നമ്മുടെ സംവിധാനങ്ങളും. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഉസ്താദ് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ മഹാന്മാരായ ഉസ്താദമാരുണ്ട്, DP ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും സംവിധാനം ചെയ്യട്ടെ. അവരൊക്കെ പ്രസംഗിച്ചും വഅദ് പറഞ്ഞുമാണ് നമ്മുടെ നാട്ടിലെ പള്ളികളുണ്ടായത്, മദ്രസകളുണ്ടായത്. അവരോടൊപ്പം നിന്ന് കാത് പൊട്ടിച്ചു കൊടുത്ത, ചങ്ക് പറിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മമാർ, വല്യമ്മമാർ, അവർ ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ പ്രിയപ്പെട്ട ഉസ്താദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, ഈ മദ്രസയുടെ പുനരുദ്ധാരണം നടക്കണം, ഇത് പൂർത്തീകരിക്കണം. അതിനെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട്, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അടക്കം എത്ര പേരുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേരിൽ, ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുട്ടിക്ക് 5 കല്ല്, ആ 5 കല്ല് വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടെങ്കിൽ അത്ര കല്ല് ഈ മദ്രസക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ, നാളെ രാവിലെ കച്ചവടത്തിന് പോകാനും പോലും വകയില്ലാത്ത എന്റെ പ്രിയപ്പെട്ട പിതാവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എന്റെ വീട്ടിൽ എനിക്ക് 7 മക്കളുണ്ട്, 7×5 35 കല്ല് ഞാൻ തരാമെന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് മണ്ണിലാണ്. അത് വാങ്ങിയതായിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദും മണ്ണിലാണ്. അവർക്ക് ഫാത്തിഹ ചെയ്യാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നന്നാവണം, നിങ്ങളുടെ മക്കൾ ദീനിന്റെ പ്രചാരകരാവണം, ദീർഘമായ പരിശുദ്ധമായിരിക്കുന്ന ദീൻ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ആളുകളാവണം. ഞാനൊരു നിർദ്ദേശം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. ഞാൻ ഉപദേശിക്കാൻ അർഹനല്ല, ഒരു നിർദ്ദേശം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ ഓരോ ചാക്ക് സിമന്റ് അല്ലെങ്കിൽ 2 ചാക്ക് സിമന്റ് ഇതിന്റെ പൂർത്തീകരണത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ
കൊടുക്കാൻ കഴിയുമെങ്കിൽ നാളെ ആരുമില്ലാതെ എല്ലാം അവസാനിച്ചുകൊണ്ട് എല്ലാവരും ഒരു മുട്ടങ്ങോട്ട് മടങ്ങിപ്പോകുമ്പോ ആ 3 കഷ്ണം തുണിയിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ഘോഷയാത്ര ഈ റോട്ടിലൂടെ, ഈ പാലക്കോടിന്റെ മണ്ണിലൂടെ, പെരുമാറിലൂടെ എല്ലാവർക്കും ഒരു ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്രയിൽ കൂടെ കൂടാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് ആ മയ്യത്ത് കട്ടിലിന്റെ കൂടെ കൂടാൻ ഒരു ചാക്ക് സിമന്റ് ഒരു മകന്റെ പേരിൽ, ഒരു ചാക്ക് സിമന്റ് ഒരു മകളുടെ പേരിൽ, ഒരു ചാക്ക് സിമന്റ് വാപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ കൊടുത്തുകൊണ്ട് ഈ പരിശുദ്ധമായ സ്ഥാപനത്തെ, ഈ നാടിന്റെ അടയാളം, ദീനിന്റെ അടയാളത്തെ ഉയർത്താൻ വളർത്താൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരു വീട്ടിലും വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ ഗുണവാന്മാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ, സൽസ്വഭാവികൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആഫത്ത് മുസീബത്ത് ബലാഇനെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ജീവിക്കൽ ഖൈറാകുന്ന സമയത്ത് ഇസ്സത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനെ. മരണം വരെ നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബാദികൾക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അവരോടൊത്ത് നാളെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക നബിനാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. പതിനഞ്ച് ചാക്ക് ഇൻഷാ അല്ലാഹ് മമ്മി മുസ്ലിയാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. വാണിയംകുളത്തെ പരിപാടിക്കും അങ്ങനെ തന്നെ. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് അല്ലാഹു തആല കൊടുക്കട്ടെ, നിഅമത്ത് അല്ലാഹു തആല ജാസ്തിയാക്കി കൊടുക്കട്ടെ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എത്ര ആളുകളാണെങ്കിൽ അത്രയും ആളുകളുടെ പേരിൽ മദ്രസക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ ബഹുമാനപ്പെട്ട കല്ലൂർക്കൽ മൂപ്പര് വാണിയംകുളത്താണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. എത്ര 20 ചാക്ക് അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. 10 ചാക്ക് ഒരു സുഹൃത്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു സലാത്തിൽ കൂടെ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഇതൊന്ന് മദീനയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ സ്വലാത്ത് നീ ഒന്ന് മദീനയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് നീ ഫഖ്ർ വരുത്തല്ലേ അല്ലാഹ്. താഴ്മ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളൊന്നുമല്ല റബ്ബേ, ഞങ്ങൾ സാധുക്കളാണല്ല. നിന്റെ പരിശുദ്ധമായ ദീനാണ് പറഞ്ഞത്, അത് പറയാനും ഞങ്ങൾക്ക് അർഹതയില്ല. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നീ ഏറെ സ്നേഹിക്കുന്നവനാണ്, നിന്റെ കാരുണ്യം വളരെ വലുതാണല്ലാ. ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. അബ്ദുൽ മുസ്ലിയാർ 5 ചാക്ക് വാണിയംകുളത്തൊക്കെ വന്ന് സിമന്റ് തന്നത് അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. കാരണമില്ല എത്രയാണ്? അൽഹംദുലില്ലാ. ഒരു സ്വലാത്തിലേക്ക് ഒന്ന് ചെല്ലിങ്ങൾ ആൾക്കാരൊന്ന് കേട്ടോട്ടെ. ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ മോനെ? എന്നാ ചെല്ല്. സ്വല്ലല്ലാഹു അലാ. എന്തങ്ങട് കേൾക്കാത്ത? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളെ ചാട്ടുമ്മ കയറ്റാനൊന്നും വന്നതല്ല. നിങ്ങൾ പതുക്കെ ചെല്ലാലും കുഴപ്പമില്ല, ഉറക്ക ചെല്ലാലും ഉറക്കല്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ആ സിമന്റ് വാഗ്ദത്തം ചെയ്ത വ്യക്തിക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. വീട്ടിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. പെണ്ണുങ്ങളോട് ഓലലോടല്ലേ നമ്മളിപ്പോ ഈ വയലിലൊക്കെ പറഞ്ഞത്. ഇനി നല്ല വയൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദന്മാരുണ്ട്, അവർ പറയും. സഹോദരന്മാർ ശ്രദ്ധിക്കുക, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് തീർച്ചയായും മദ്രസക്ക് ആവശ്യമായത് കിട്ടണം. ഞാൻ നിങ്ങളെ പറഞ്ഞ് പുളിമൂച്ചുമ്മ കയറ്റിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നു അള്ളാഹുവിന്റെ ദീനാണ് വലുതെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാണുന്ന സൗദ നിങ്ങൾ കെട്ടിപ്പടുത്തതാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇതിന്റെ പൂർത്തീകരണവും നമ്മുടെ കയ്യിലാണ്. അതിനൊരു പുതിയ വയലിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹിന്റെ ദീനിന് സഹായം ചെയ്താൽ പ്രതിഫലം കിട്ടും എന്നൊരു പുതിയ ഒരാളിന് പ്രസംഗിച്ച് ഫലിപ്പിക്കാനില്ല. അതിവിടെ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കുക, മുഹമ്മദ് മുസ്തഫ ഒരാൾ സദഖ ചെയ്താൽ ആ സദഖ ചെയ്തത് കൊണ്ട് അയാളുടെ സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ കുറയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകരുടെ ആ ഇഷ്കാണ്, ആ പ്രവാചകരുള്ളതായിരിക്കുന്ന ഹുബ്ബാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പങ്കെടുക്കാം. ആദ്യത്തെ 2-3 പേരിൽ ഇത് അവസാനിക്കരുത്, എല്ലാ പേരും ഇത് തീരുന്നതിന് മുമ്പ് ഉണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. വാണിയംകുളത്ത് ഒരു 100-400 കുട്ടികളുണ്ട്. അവരുടെ അരി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കൂടെ ഞാനും, എന്റെ കൂടെ നിങ്ങളും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 7 ചാക്ക് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് നീ എത്തിക്കണേ റഹ്മാനെ, ഗുണവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, ഒരു സഹോദരി ഒരു ചാക്ക്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ആ സഹോദരിക്ക് ഖൈർ നൽകണേ അല്ലാ, കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. അവസാനിപ്പിക്കരുത്, ഉസ്താദ്മാര് മാറി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുന, നമ്മുടെ വന്യ വയോധികനായ ആൾ, വീട്ടിൽ വിശ്രമിക്കേണ്ട ഒരു പ്രായമാണ്. എന്നിട്ടും കാത്തിരിക്കണം നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, വെറുതെ ആക്കരുത്. അതുകൊണ്ട് ആ ദുആഇന്റെ മുമ്പ് എല്ലാവരുടെയും ഒരു പേര് അത് ആ ലിസ്റ്റിലൊന്ന് പെടണം. ആ ലിസ്റ്റ് നിങ്ങൾ നോക്കി, നാളെ മീസാൻ എന്ന തുലാസ്, അത് ഈ സിമന്റിന്റെ കടലാസ്, പേരെഴുതിയ കടലാസ് വെച്ചിട്ട് അതൊന്ന് മുന്നിൽ നിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.